എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ 4 phases ഓഫ് മെൻസ്ട്രേഷൻ ആർ, അതായത് മെൻസ്ട്രേഷനിലുണ്ടാകുന്ന 4 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4 സമയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, മെൻസ്ട്രൽ ഫേസ്. ഒന്നാമതായിട്ട് നമ്മൾ വിളിക്കുന്നതിന് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നു. രണ്ടാമത്തേതായിട്ട് നമ്മൾ എന്താണ് പറയുന്നത്? മെൻസ്ട്രൽ ഫേസ്. രണ്ടാമത്തേത് ഫോളിക്കുലർ ഫേസ്. മൂന്നാമത്തേത് സി ആയിട്ട് വന്നിരിക്കുന്നത് ഓവുലേഷൻ ഫേസ്. നാലാമത്തേത് ദ സെക്രട്ടറി ഫേസ്. അപ്പോൾ വിച്ച് ആർ ദ 4 phases ഓഫ് മെൻസ്ട്രേഷൻ? ഓക്കെ, ദ 4 എന്ന് വെച്ചാൽ ഏതെല്ലാമാണ് മെൻസ്ട്രേഷനിലെ 4 ഘടകങ്ങൾ അല്ലെങ്കിൽ 4 ഘട്ടങ്ങൾ എന്ന് ചോദിച്ചാൽ ദ 4 മെൻസ്ട്രൽ ഫേസസ് ആർ, അതായത് 4 മെൻസ്ട്രൽ ഫേസസുകൾ എന്ന് പറയുന്നത് ഒന്ന് മെൻസ്ട്രൽ ഫേസസ്, 2 ഫോളിസിലർ ഫേസ്, രണ്ടാമത്തേത് ഫോളിസിലർ ഫേസ് എന്നും മൂന്നാമത്തേത് ഓവുലേഷൻ ഫേസ് എന്നും നാലാമത്തേത് സെക്രട്ടറി ഫേസ് എന്നും പറയും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഓരോ ഫേസിനെ കുറിച്ചും പ്രീവിയസ് വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും അത് വിശദീകരിക്കുന്നില്ല. ഇനി 67ാമത്തെ ചോദ്യം. ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ വുമൺസ് പീരിയഡ് സ്റ്റാർട്ട്സ് റൈറ്റ് ആഫ്റ്റർ ഓവുലേഷൻ. വെൻ ഡു ദ സെക്കൻഡ് ഹാഫ് ഓഫ് വുമൺസ് പീരിയഡ് സ്റ്റാർട്ട്സ് എന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ഒരു സ്ത്രീയുടെ പീരിയഡിൻ്റെ രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, രണ്ടാം ഘട്ടം തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക റൈറ്റ് ആഫ്റ്റർ ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ഓവറിയിൽ നിന്നും എഗ്ഗിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഇനി 68ാമത്തെ ചോദ്യമായിട്ടാണ് തന്നിരിക്കുന്നത്. ജെനിറ്റൽ ഇൻഫെക്ഷൻസ് ആർ മോർ ലൈക്ലി ടു ഒക്വർ ഡ്യൂറിങ് പ്യൂബർട്ടി. വെൻ ഡു ജെനിറ്റൽ ഇൻഫെക്ഷൻസ് ഒക്വർ മോർ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ജെനിറ്റൽ ഇൻഫെക്ഷൻസ്. അതായത് എപ്പോഴാണ് കൂടുതലായിട്ട് ജെനിറ്റൽ ഇൻഫെക്ഷൻസ് രോഗം ബാധിക്കുവാനായിട്ടുള്ള സാധ്യതകൾ എപ്പോഴാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ജെനിറ്റൽ ഇൻഫെക്ഷൻ. അതായത് ജനനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾക്കുള്ള ആ രോഗങ്ങൾക്ക് വരുവാൻ കൂടുതൽ സാധ്യതയുള്ളത് പ്യൂബർട്ടിയിലാണ്. ഓക്കെ, ഇനി 69ാമത്തെ ചോദ്യം. ടു പ്രിവെൻറ്റ് ജെനിറ്റൽ ഇൻഫെക്ഷൻ സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൻ ടു വാഷ് ദീസ് പാർട്സ് വിത്ത് മൈൽഡ് സോപ്പ് സൊല്യൂഷൻ. ഓക്കെ, വിത്ത് വാട്ട് ദ ജെനിറ്റൽ ഓർഗൻസ് ഷുഡ് ബി വാഷ്ഡ് ആൻഡ് ക്ലീൻഡ്. ദ ജെനിറ്റൽ ഓർഗൻസ് ഷുഡ് ബി വാഷ്ഡ് ആൻഡ് ക്ലീൻഡ് വിത്ത് മൈൽഡ് സോപ്പ് സൊല്യൂഷൻ. അതായത് കട്ടി കുറഞ്ഞ് നേർപ്പിച്ച സോപ്പ് ലായനികൾ കൊണ്ടാണ് ഈ ജെനിറ്റൽ അവയവങ്ങളെ നമ്മൾ കഴുകി ശുദ്ധീകരിച്ച് വെക്കേണ്ടത്. മോയ്സ്ചർ ക്യാൻ ലീഡ് ടു ഫംഗൽ ഇൻഫെക്ഷൻ ഇൻ ജെനിറ്റൽ ഓർഗൻസ്. സോ ഹൗ ഡു ജെനിറ്റൽ ഓർഗൻസ് ഗെറ്റ് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ജെനിറ്റൽ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക മോയ്സ്ചർ ക്യാൻ ലീഡ്. അതായത് മോയ്സ്ചർ, നനവ് ആണ് ഫംഗൽ ഇൻഫെക്ഷൻ വരുവാനായിട്ട് കൂടുതലായിട്ട് സാധ്യതയുള്ളത്. ഇനി 71ാമത്തെ ചോദ്യം. ടു അവോയ്ഡ് ജെനിറ്റൽ ഇൻഫെക്ഷൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കീപ്പ് ദ ജെനിറ്റൽ ഏരിയ വിത്തൗട്ട് മോയ്സ്ചർ. ഓക്കെ, അപ്പോൾ ജെനിറ്റൽ ഇൻഫെക്ഷന് എന്താണ്? ഇൻഫെക്ഷനുകൾ വരാതിരിക്കാനായിട്ട് ജെനിറ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജെനിറ്റൽ ഇൻഫെക്ഷൻസ് എന്താണ്? വിത്തൗട്ട് മോയ്സ്ചർ. അവ എന്തായിരിക്കണം? ഡ്രൈ ആയിട്ട്, അതായത് ഉണങ്ങിയാണ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി 72ാമത്തെ ചോദ്യം. വെയറിംഗ് ഡ്രൈ കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ് ഫെസിലിറ്റേറ്റിംഗ് എയർ സർക്കുലേഷൻ ഇൻ ജെനിറ്റൽ ഏരിയ. സോ അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് അണ്ടർ ഗാർമെൻറ്റ്സ് വി ഷുഡ് യൂസ്. അപ്പോൾ നമ്മൾ പറയുക വെയറിംഗ് ഡ്രൈ കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ്. അതായത് ഉണങ്ങിയ കോട്ടൺ കൊണ്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് എപ്പോഴും എന്തിന്? ജെനിറ്റൽ ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ധരിക്കേണ്ടത്. ഓക്കെ, 73ാമത്തെ ചോദ്യം. ചേഞ്ചിങ് undergarments daily will help to keep the genital area dry and decrease bacterial and fungal growth. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ചേഞ്ചിങ് അണ്ടർഗാർമെൻറ്റ്സ് ഡെയിലി. എന്താണ് അണ്ടർഗാർമെൻറ്റ്സ് ദിവസവും മാറുന്നത് കൊണ്ടുള്ള ഗുണം? ഓക്കെ, ചേഞ്ചിങ് അണ്ടർഗാർമെൻറ്റ്സ് അതായത് അടിവസ്ത്രങ്ങൾ എല്ലാ ദിവസവും മാറുന്നത് കൊണ്ട് എന്ത് കിട്ടും? ജെനിറ്റൽ ഏരിയയെ ഡ്രൈ ആക്കുവാനായിട്ടും ക്ലീൻ ആക്കുവാനായിട്ടും ക്ലീനായിട്ട് സൂക്ഷിക്കാനും സഹായിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഡിക്രീസ് കുറയ്ക്കുന്നു ബാക്ടീരിയകളുടെയും ഫംഗസിൻ്റെയും ഫംഗൽ ഗ്രോത്ത്, ഫംഗസുകളുടെയും വളർച്ച ആ പ്രദേശങ്ങളിൽ. ഓക്കെ, ഇനി 74ാമത്തെ ചോദ്യം. ഫെർട്ടിലൈസേഷൻ ഈസ് ദ ആക്ഷൻ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസിങ് ആൻ എഗ് ഓർ ഫീമെയിൽ അനിമൽ ഓർ പ്ലാന്റ് ഇൻവോൾവിംഗ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗെയ്മേറ്റ്സ് ടു ഫോം എ സൈഗോട്ട്. സോ അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? എന്താകുന്നു ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ ഈസ് ദ ആക്ഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. ഓക്കെ,
ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസിങ് ആൻ എഗ്. അതായത് ഈ ആ പ്രവൃത്തിയിൽ എന്താണ് നടക്കുന്നത്, ഒരു എഗ്ഗിനെ, ഒരു സ്ത്രീയുടെ എഗ്ഗിനെ ഫെർട്ടിലൈസ്ഡ് ആക്കുന്നു. അതായത് എന്താണ് ചെയ്യുന്നത്, ഫെർട്ടിലൈസ്ഡ് ആക്കുന്നു. ഓർ എ ഫീമെയിൽ അനിമൽ ഓർ എ പ്ലാന്റ്. അത് ഒരുപക്ഷെ ഫെർട്ടിലൈസേഷൻ മനുഷ്യരിൽ നടക്കാം, മൃഗങ്ങളിലുണ്ടായിരിക്കാം, അതുപോലെ തന്നെ പ്ലാന്റുകളിൽ ഉണ്ടാക്കാം. ഇതിലെന്താണ് ഇൻവോൾവിങ്, അതിൽ ഉൾപ്പെടുന്ന കാര്യം എന്താണ്, ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗെയ്മേറ്റ്സ്. അതായത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഗെയ്മേറ്റ്സ് ടു ഫോം എ സൈഗോട്ട്. അവിടെ എന്താണ്, പുരുഷൻ്റെയും സ്ത്രീയുടെയും ഗെയ്മേറ്റ്സിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സൈഗോട്ടിന് രൂപം നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 75-ാമത്തെ ചോദ്യം. സൈഗോട്ട് ഈസ് എ യൂക്രിയോട്ടിക് സെൽ formed by fertilization event between two gametes. So what is zygote എന്ന് ചോദിച്ചാൽ സൈഗോട്ട് ഈസ് എ യൂക്രിയോട്ടിക് സെൽ എന്ന് നമുക്ക് പറയാം. ഇനി ഹൗ ഡു സൈഗോട്ട്സ് ആർ ഫോംഡ്, എങ്ങനെയാണ് സൈഗോട്ടുകൾ രൂപപ്പെടുന്നത്? സൈഗോട്ട് is a eukaryotic cell. It is formed by a fertilization event between two gametes. അതായത് രണ്ട് ഗെയ്മേറ്റുകളുടെ ഫ്യൂഷൻ്റെ പരിണിതഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സൈഗോട്ട് രൂപപ്പെടുന്നത്. ഇവിടെ രണ്ട് ഗെയ്മേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ ബീജവും, അല്ലെങ്കിൽ സ്ത്രീയുടെ അണ്ഡവും പുരുഷൻ്റെ ശുക്ലവും തമ്മിൽ കൂടിച്ചേർന്നാണ്. ഇനി 76-ാമത്തെ ചോദ്യം. ഫെർട്ടിലൈസേഷൻ മേ ബി പോസിബിൾ ഇൻ ഈച്ച് മെൻസ്ട്രൽ സർക്കിൾ. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ മെൻസ്ട്രൽ സർക്കിളിലും സാധ്യതയാണ്. ത്രൂ സെക്സ്വൽ ഇൻ്റർകോഴ്സ് സ്പേം ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ വജീന. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ ഡു സ്പേം ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ വജീന, എങ്ങനെയാണ് സ്പേം അല്ലെങ്കിൽ പുരുഷ ബീജം യോനി നാളിയിൽ വജീനയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, നിക്ഷേപിക്കുന്നത്? ഓക്കെ, ത്രൂ സെക്സ്വൽ ഇൻ്റർകോഴ്സ്, അതായത് ലൈംഗിക ബന്ധത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സ്പേം അല്ലെങ്കിൽ പുരുഷ ബീജം സ്ത്രീയുടെ യോനി നാളിയിൽ നിക്ഷേപിക്കുന്നത്. ഓക്കെ, ഇനി 78-ാമത്തെ ചോദ്യം. സൈഗോട്ട് ഈസ് ഫോംഡ് ത്രൂ ഫെർട്ടിലൈസേഷൻ. ഹൗ ഡു സൈഗോട്ട് ഈസ് ഫോംഡ്? സൈഗോട്ട് ഈസ് ഫോംഡ്, സൈഗോട്ട് രൂപപ്പെടുന്നത് ഫെർട്ടിലൈസേഷനിലൂടെയാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 79-ാമത്തെ ചോദ്യം. കൺസെപ്ഷൻ ഈസ് ദ ബിഗിനിങ് ഓഫ് പ്രഗ്നൻസി. വാട്ട് ഈസ് ദ ബിഗിനിങ് ഓഫ് പ്രഗ്നൻസി? കൺസെപ്ഷൻ, അതായത് ഗർഭധാരണം, ഈസ് ദ ബിഗിനിങ് ഓഫ് പ്രഗ്നൻസി. അതായത് കൺസെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കൺസെപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഗർഭധാരണം ആരംഭം കുറിക്കുന്നത്. ഇനി 80-ാമത്തെ ചോദ്യം. കൺസെപ്ഷൻ ഈസ് മാർക്ക്ഡ് ബൈ ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻ എഗ് ബൈ സ്പേം. അപ്പോൾ എപ്പോഴാണ് കൺസെപ്ഷൻ മാർക്ക് ചെയ്യപ്പെടുന്നത്? കൺസെപ്ഷൻ ഈസ് മാർക്ക്ഡ് ബൈ ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻ എഗ്. അത് ഒരു എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുമ്പോഴാണ്, ബൈ സ്പേം, ഒരു സ്പേമിനാൽ എഗ്ഗ് ഫെർട്ടിലൈസ്ഡ് ചെയ്യപ്പെടുമ്പോഴാണ് കൺസെപ്ഷൻ മാർക്ക് ചെയ്യപ്പെടുന്നത്. പാച്ചുറേഷൻ ഈസ് ദ ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് ഗിവിംഗ് ബർത്ത് ടു ഓസ്പ്രിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് പാച്ചുറേഷൻ? പാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ പക്ഷേ വാട്ട് ഈസ് പാച്ചുറേഷൻ എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ എഴുതുക. പാച്ചുറേഷൻ ഈസ് ദ ആക്ഷൻ, അതായത് പാച്ചുറേഷൻ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തിയാണ്. പ്രോസസ് ഓഫ് ഗീവിംഗ് ബർത്ത്, അതായത് ഒരു ഗീവിംഗ് ബർത്ത്, ജന്മം നൽകിയാണ്. ആൻ ഓഫറിങ്, അതായത് പുതിയ ഒരു ജീവിക്ക്, ഒരു വർഗത്തിന് ജന്മം നൽകുന്നതിനെയാണ് പാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി 82-ാമത്തെ ചോദ്യം. ദ സെമൻ ഈസ് ഡെപ്പോസിറ്റഡ് ബൈ ദ പെനീസ് ഇൻ ടു വജീന. വിച്ച് ലൈംഗിക അവയവമാണ് സെമൻ സ്ത്രീയുടെ യോനി നാളിൽ വജീനയിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് സഹായിക്കുന്നത്? ഓക്കെ, ദ സെമൻ ഈസ് ഡെപ്പോസിറ്റഡ്. സെമൻ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു എവിടെ? ഇൻ ദ വജീന ത്രൂ പിനീസ്, അതായത് പീനിസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സെമൻ എന്താണ് ചെയ്യുന്നത്, വജീനയിൽ നിക്ഷേപിക്കപ്പെടുന്നത്. ഇനി 83-ാമത്തെ ചോദ്യം. ദ സെമൻ ഡെപ്പോസിറ്റഡ് ബൈ പെനീസ് ഇൻ ടു വജീന ഡ്യൂറിങ് സെക്സ്വൽ ഇൻ്റർകോഴ്സ്. വെൻ ഡു സെമൻ ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ വജീന? എപ്പോഴാണ് സെമൻ അല്ലെങ്കിൽ പുരുഷ ബീജം സ്ത്രീയുടെ യോനി നാളിയിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ നമ്മൾ ഉത്തരം എഴുതുക. സെമൻ ഈസ് ഡെപ്പോസിറ്റഡ് ബൈ ദ പെനീസ്. സെമൻ എന്ന സാധനം പെനീസിനാൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു എവിടെ? വജീനയിൽ, ഇൻ ടു ദ വജീന ഡ്യൂറിങ് സെക്സ്വൽ ഇൻ്റർകോഴ്സ്, അതായത് ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്താണ് അത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി 34-ാമത്തെ ചോദ്യം. അപ്രോക്സിമേറ്റ്ലി 400 മില്യൺ സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ വജീന ഇൻ വൺ സെക്സ്വൽ ഇൻ്റർകോഴ്സ്. ഓക്കെ, ഇൻ വൺ സെക്സ്വൽ ഇൻ്റർകോഴ്സ് ഹൗ മെനി സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ വജീന? ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത് എത്ര സ്പേമുകളെയാണ് വജീനയിൽ അല്ലെങ്കിൽ യോനി നാളിയിൽ നിക്ഷേപിക്കുന്നത്? അവിടെ ഉത്തരം എന്ന് എഴുതുക. അപ്രോക്സിമേറ്റ്ലി, ഏകദേശം 400 മില്യൺ, അതായത് 400 മില്യൺ സ്പേമുകളെയാണ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്, എവിടെ നിക്ഷേപിക്കുന്നത്, എവിടെ? വജീനയിൽ. ഓക്കെ, വജീനയിൽ നിക്ഷേപിക്കപ്പെടുന്നത് ഇൻ വൺ സെക്സ്വൽ ഇൻ്റർകോഴ്സ്, ഒരു സെക്സ്വൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത്. ഇനി 85-ാമത്തെ ചോദ്യം. ഫ്രം വജീന സ്പേം മൂവ് ടു ദ യൂട്രസ് ത്രൂ ദ സെർവിക്സ്. സോ ഓക്കെ, സോ ഹൗ ഡു സ്പേം
മൂവ്സ് ഇൻ വജീന, അല്ലെങ്കിൽ ത്രൂ വിച്ച് ചാനൽ ദ സ്പേം ഈസ് മൂവ്ഡ് ഇൻ വജീന, ഏത് മാർഗത്തിലൂടെയാണ് സ്പേം വജീനയിലൂടെ സഞ്ചരിക്കുന്നത്. ദ സ്പേം മൂവ്സ് ടു ദ യൂട്രസ്, സ്പേം ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, യൂട്രസിലേക്കാണ് പോകുന്നത്. ത്രൂ സെർവിക്സ്, അത് സെർവിക്സിലൂടെയാണ് യൂട്രസിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി 86ാമത്തെ ചോദ്യം. ദ സ്പേം മൂവ് ടു യൂട്രസ് ത്രൂ സെർവിക്സ്. ഓക്കെ, ത്രൂ വിച്ച് ചാനൽ ദ സ്പേം യൂട്രസിൽ സ്പേം മൂവ് ടു യൂട്രസ്, യൂട്രസിലേക്ക് പോകുന്നത്. ദ സ്പേം മൂവ് ടു യൂട്രസ് ത്രൂ സെർവിക്സ്, അതായത് സ്പേം മൂവ്, സ്പേം പോകുന്നു യൂട്രസിലേക്ക്. ത്രൂ ദ സെർവിക്സ്, സെർവിക്സിലൂടെയാണ് യൂട്രസിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്തതായിട്ട് 88ാമത്തെ ചോദ്യം. സെർവിക്സ് കണക്ട്സ് വൂംബ് ടു ദ വജീന, അല്ലെങ്കിൽ സെർവിക്സ് ആണ് വൂമ്പിനെ അല്ലെങ്കിൽ യൂട്രസിനെ വജീനയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് കണക്ട്സ് ദ യൂട്രസ് ടു വജീന, എന്താണ് യൂട്രസിനെ വജീനയുമായിട്ട് കണക്ട് ചെയ്യുന്നത്? അവിടെ സ്പേം, അതായത് സെർവിക്സ് ആണ് ഈ യൂട്രസിനെ വജീനയുമായിട്ട് കണക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഈ വജീനയിൽ നിന്നും സെർവിക്സിലൂടെയാണ് സ്പേം യൂട്രസിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സെക്ഷൻ മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്.